ഫാസിലേ, 2025 വിട പറയണേ. ഇനി നമുക്കത് കിട്ടൂല. ആ വർഷവും ആ സമയങ്ങളും ആ ദിവസങ്ങളും ഇനി നമുക്ക് കിട്ടൂല. ഇന്ന് രാത്രിയോടുകൂടി 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരറിവ് പിടിച്ചോളി. അല്ല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല. തെറ്റ് ചെയ്തോലാരും വിഷമിക്കണ്ടെന്ന് അല്ല പറയുന്നത്. സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയ, അള്ളാഹു സകല പാപവും പൊറുക്കുന്നവനാണെന്ന് അല്ല പറയുന്നത്. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തവരായിരിക്കാം, മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാവേണ്ട എന്താണെന്നറിയോ, ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിലും നമുക്ക് ഖേദമുണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിന് പ്രായച്ചിത്തമായിട്ട് നന്മ ചെയ്യണം. അങ്ങനെയാണ്. വഹ്ശി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹുവിനെ കൊന്നതിന് ശേഷം എപ്പോഴും പറയും, പടച്ചോനെ, ഖതൽതു ഖൈറൽ ബരിയ, ഞാനൊരു നല്ല മനുഷ്യനെ കൊന്നല്ലോ റബ്ബേ. അങ്ങനെ എപ്പോഴും ഖേദിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു നടക്കുക. അപ്പൊ നമുക്കിനി ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ, തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇനി നമുക്ക് ഉണ്ടാവേണ്ടത് ഖേദാണ്. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് പ്രായച്ചിത്തമായിട്ട് നമ്മൾ നന്മ ചെയ്യണം. അതാണ് വഹ്ശി റളിയല്ലാഹു അൻഹു ചെയ്തത്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരമായി ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ച കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ കുത്തിമലർത്തി. എന്നിട്ട് എപ്പോഴും വഹ്ശി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്രേ, ഖതൽതു ഖൈറന്നാസി ഫിൽ ജാഹിലിയ്യ വശറന്നാസി ഫിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലേക്ക് വരാത്ത കാലത്ത് ഏറ്റവും നല്ല ഒരു മനുഷ്യനെ കൊന്നവനാണ്. പക്ഷേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പ്രായച്ചിത്തമായി ഞാൻ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ ഞാൻ കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതാണ്, തെറ്റ് ചെയ്താൽ അതിന് പ്രായച്ചിത്തമായിട്ട് നമ്മൾ നന്മ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ 2025 വിട പറയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.